ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പ്രഥമ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. നിർമ്മിത ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇന്ത്യയും ജപ്പാനും. ഇറാനിൽ നിന്ന് ഒരു സംഘം ഇന്ത്യൻ പൌരന്മാർ ന്യൂഡൽഹിയിലെത്തി. പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല, തൊട്ടുപിന്നിൽ കോഴിക്കോട്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് UP മുംബൈ പോരാട്ടം. 2ാം മത്സരത്തിൽ ഡൽഹി ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ പ്രഥമ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മാൾഡ ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹൌറയ്ക്കും ഗുവാഹത്തിക്കുമിടയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത്. വിശദാംശങ്ങളിലേക്ക്. സാധാരണ യാത്രക്കാർക്ക് വേഗതയേറിയതും സുരക്ഷിതവും കൂടുതൽ സുഖകരവുമാകുന്ന ദീർഘദൂര ട്രെയിൻ യാത്ര ഉറപ്പാക്കാൻ വന്ദേ ഭാരത് എക്സ്പ്രസ് സ്ലീപ്പർ സർവീസിലൂടെ സാധിക്കും. ഹൌറ ഗുവാഹത്തി റൂട്ട് രാജ്യത്തെ ഏറ്റവും പ്രധാന റെയിൽ ഇടനാഴികളിൽ ഒന്നാണ്. 16 ആധുനിക കോച്ചുകൾ ഉൾപ്പെടുന്ന സ്ലീപ്പർ ട്രെയിനിൽ 823 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കും. കാളിഘട്ട് ക്ഷേത്രം, കാമാഖ്യ ദേവി ക്ഷേത്രം തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ കൂടുതൽ സൗകര്യപ്രദവുമാകും. പശ്ചിമബംഗാളിലെ 4 പ്രധാന റെയിൽ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. മാൾഡയിൽ 4 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ശ്രീ മോദി വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെത്തും. ഇന്ന് വൈകിട്ട് ഗുവാഹത്തിയിൽ നടക്കുന്ന പരമ്പരാഗത ബോഡോ സാംസ്കാരിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ നാഗോൺ ജില്ലയിലെ കാലിയാബോറിൽ 6,950 കോടി രൂപയിലധികം ചെലവ് വരുന്ന കാസിരംഗ എലവേറ്റഡ് കോറിഡോർ പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് ഗുവാഹത്തി, റോഹ്തക്, ദിബ്രുഗഡ്, ലക്നൌ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. നിർമ്മിത ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് നടപടി ആരംഭിച്ച് ഇന്ത്യയും ജപ്പാനും. പുതിയ ലോകക്രമം രൂപപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര സമ്പദ്വ്യവസ്ഥയുടെ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും ഇന്ത്യയ്ക്കും ജപ്പാനും വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന് ഇന്ത്യ ജപ്പാൻ 18ാമത് നയതന്ത്ര ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. Economic security today is particularly paramount. I think both our countries attach enormous importance to it. And how to de-risk our own economies and how to de-risk the international economy are both very important. So we will be discussing resilient supply chains, critical minerals, how to address energy, health and maritime security. ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയും പങ്കെടുത്ത യോഗത്തിൽ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച സംവാദവും നടന്നു. നിർണായക ധാതുക്കളുമായി ബന്ധപ്പെട്ട സംയുക്ത പ്രവർത്തന സമിതി രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു. പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ ഇന്നലെ രാത്രിയോടെ ന്യൂഡൽഹിയിലെത്തി. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇറാനിലുള്ള പൌരന്മാരോട് രാജ്യം വിടാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞു. ടെഹ്റാനിലെ തെരുവുകൾ നിലവിൽ ശാന്തമായിട്ടുണ്ടെങ്കിലും ഇന്റർനെറ്റ് സേവനങ്ങൾ ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ റദ്ദാക്കിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നേതാക്കൾക്ക് നന്ദി പറഞ്ഞു. അതേസമയം പ്രതിഷേധം തുടരണമെന്നും ഭരണകൂടം വീണാൽ ഇറാനിലേക്ക് മടങ്ങുമെന്നും നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവി അറിയിച്ചു. ഹരിയാന ആസ്ഥാനമായുള്ള അൽ ഫലാഹ് സർവകലാശാലയുടെ മാനേജിംഗ് ട്രസ്റ്റിയും ചാൻസലറുമായ ജവാദ് അഹമ്മദ് സിദ്ദിഖി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. അൽ ഫലാഹിന്റെ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡൽഹിയിലെ ചുവപ്പുകോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തെ തുടർന്ന് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത FIRകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. 140 കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയതായും ED പ്രസ്താവനയിൽ അറിയിച്ചു. റിപ്പബ്ലിക് ദിന പരേഡ് റിഹേഴ്സലിനോടനുബന്ധിച്ച് ഡൽഹിയിൽ ഇന്നും ഈ മാസം 19, 20, 21 തീയതികളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 10:15 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് നിയന്ത്രണം. കർത്തവ്യപഥുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിലാണ് നിയന്ത്രണം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്.
ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും നടനുമായ എം.ജി. രാമചന്ദ്രന്റെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. തമിഴ്നാട്ടിലെ ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ശാശ്വതമായ മുദ്ര പതിപ്പിച്ച നേതാവാണ് എം.ജി. രാമചന്ദ്രൻ എന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. തമിഴ് സംസ്കാരത്തെ ജനപ്രിയമാക്കുന്നതിൽ എം.ജി.ആർ നൽകിയ സംഭാവനകൾ ഇന്നും ശ്രദ്ധേയമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ വനത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. വെടിവയ്പ് തുടരുകയാണ്. സംഭവസ്ഥലത്ത് നിന്ന് 2 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 130-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുൾപ്പെടെ എത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് പുതിയ സർവീസ് ഏറെ പ്രയോജനപ്പെടും. ട്രെയിൻ അനുവദിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നന്ദി അറിയിച്ചു. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ SIRന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശവാദങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാം. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 741 പോയിന്റുകളുമായി കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. 728 പോയിന്റുമായി കോഴിക്കോടാണ് തൊട്ടുപിന്നിൽ. തൃശൂരും പാലക്കാടും 726 പോയിന്റുകളുമായി 3ാം സ്ഥാനം പങ്കിടുന്നു. ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ തിങ്കളാഴ്ച വരെ പ്രവർത്തിക്കും. പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൌകര്യമുള്ളത്. വെർച്വൽ ക്യൂ ബുക്കിംഗും തിങ്കളാഴ്ച വരെയുണ്ടാകും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ഈ മാസം 20-നാണ് നടയടയ്ക്കുക. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഇന്ന് നടക്കും. ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബെഹാരി ഉദ്ഘാടനം ചെയ്യും. 1976-ൽ 2 പേരടങ്ങിയ അധ്യാപക സംഘത്തോടെയാണ് കാർഡിയോളജി വകുപ്പ് ആരംഭിച്ചത്. ലൈംഗിക പീഡന കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷ തള്ളി തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. വെള്ളിയാഴ്ച ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്താകാതിരിക്കാൻ അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേട്ടത്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെയും ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും നേരിടും. ആദ്യ മത്സരം വൈകുന്നേരം 3 മണിക്ക് നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കും. വൈകുന്നേരം 7:30-നാണ് 2ാം മത്സരം. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. ഡെൻമാർക്കിലെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US പദ്ധതിയെ എതിർക്കുന്ന രാജ്യങ്ങൾക്കുമേൽ വ്യാപാര തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. USന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് നിർണായകമാണെന്നും ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചുവരുന്ന സാന്നിധ്യത്തിൽ നിന്ന് USനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പ്രഥമ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. നിർമ്മിത ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇന്ത്യയും ജപ്പാനും. ഇറാനിൽ നിന്ന് ഒരു സംഘം ഇന്ത്യൻ പൌരന്മാർ ന്യൂഡൽഹിയിലെത്തി. പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന കണ്ണൂർ ജില്ല, തൊട്ടുപിന്നിൽ കോഴിക്കോട്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് UP മുംബൈ പോരാട്ടം. 2ാം മത്സരത്തിൽ ഡൽഹി ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.